ഹലോ, ഞാൻ സുരേഷ് കെ.എസ്. എൻ്റെ ഈസി കാർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നാം ഇന്ന് ഡയമെൻഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി ഡയമെൻഷൻ്റെ സ്റ്റൈലുകളെ കുറിച്ച് പഠിക്കുമ്പോൾ ഡയമെൻഷൻ്റെ ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഡി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്താൽ മതിയോ? ഇതാണ് ഡയമെൻഷൻ്റെ ഡയലോഗ് ബോക്സ്. ഇത് ന്യൂ ക്ലിക്ക് ചെയ്യുക. പുതിയൊരു ഡയമെൻഷൻ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അതിന് ഡയമെൻഷൻ എന്ന് തന്നെ പേര് കൊടുക്കുക. ശേഷം ഓൾ ഡയമെൻഷൻസ് ആണ് ISO 25 എന്നാണ് കിടക്കുന്നത്. കണ്ടിന്യൂ ചെയ്താൽ മതിയോ? കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞ പുതിയ സ്റ്റൈൽ വന്നു കഴിഞ്ഞിരുന്നു. ഇനി ഇതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇത് ഡയമെൻഷൻ്റെ സ്റ്റൈലിലെ ഓരോ ഭാഗവും എഡിറ്റ് ചെയ്യാം. ഈ ലൈൻ ആദ്യം എഡിറ്റ് ചെയ്യുക. ഇതിൽ എക്സ്റ്റെൻഡ് ബിയോണ്ട് ഡിം ലൈൻസ് ഡയമെൻഷൻ ലൈൻ്റെ എക്സ്റ്റൻഷൻ അത് നമുക്ക് 4 കൊടുക്കാം. 4 ഇഞ്ച് കൊടുക്കാം. പിന്നെ ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് ഈ എക്സ്റ്റൻഷൻ ലൈനാണ്. ഈ ലൈനിൻ്റെ ഓഫ്സെറ്റ് ഫ്രം ഒറിജിൻ എന്ന് പറയുന്നത് നമുക്ക് 8 ഇഞ്ച് കൊടുക്കാം. ഇനി നമുക്ക് ശരിക്കും സിംബൽസ് ആൻഡ് ആരോസിലെ ടാബിലേക്ക് പോകും. സിംബൽസ് ആൻഡ് ആരോസിലേക്ക് ഇതിൽ ക്ലോസ്ഡ് ഫീൽഡ് എന്നുള്ളതിലേക്ക് നമുക്ക് ആർക്കിടെക്ചറൽ ടിപ്പ് കൊടുക്കാം. ആരോ സൈസ് 3 ഇഞ്ചാക്കാം. 3. ശേഷം നമുക്കിനി ടെക്സ്റ്റിലേക്ക് പോകാം. ടെക്സ്റ്റ് ഹൈറ്റ് വളരെ ചെറുതാണ്, 2.5 ഇഞ്ചാണ്. അത് നമുക്ക് ഒരു 8 ഇഞ്ചാക്കാം. ഇനി നമുക്ക് പ്രൈമറി യൂണിറ്റ്സിലേക്ക് പോകാം. ഇവിടെ യൂണിറ്റ് ഫോർമാറ്റ് ഡെസിമൽ ആണ്. ഈ ഡെസിമൽ എന്ന സ്ഥാനത്ത് നമുക്ക് ആർക്കിടെക്ചറിലാകാം. നമ്മളുടെ എല്ലാം ആർക്കിടെക്ചറിലാണ് നമ്മളുടെ ഫ്ലോർ പ്ലാൻ. ഇനി ഇതിൻ്റെ ഫ്രാക്ഷൻ ഫോർമാറ്റ് എന്നുള്ളത് നമുക്ക് ഡയഗണൽ എന്നാക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡയമെൻഷൻ സ്റ്റൈലിൽ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓക്കെ അടിക്കാം. ഇനി സെറ്റ് കറന്റ് ആക്കുന്നത് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ഡയമെൻഷൻ ആരംഭിക്കാം. ഈ ഡയമെൻഷൻ്റെ ഓരോന്നിൻ്റെയും ഡയമെൻഷനുകൾ ഇതാണ്: ലീനിയർ ഡയമെൻഷൻ, അലൈൻഡ്, ആംഗുലർ, ആർക്ക് ലെങ്ത്, റേഡിയസ്, ഡയമീറ്റർ, കോർഡിനേറ്റ്, ജോമെട്രി. ഈ ഡയമെൻഷനുകളാണ്. ഇതിൻ്റെ എല്ലാം ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് വെക്കാം. ലീനിയറിൻ്റെ ഷോർട്ട് കട്ട് DLI ആണ്. DLI എൻ്റർ. നമുക്ക് ഈ എൻഡ് പോയിന്റും സെലക്ട് ചെയ്യുക. ഇങ്ങനെ വയ്ക്കുക. ഇപ്പം 20 ഫീറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു ഡയമെൻഷൻ. ഇനി എൻ്റർ അടിച്ചാൽ അധികം പ്രീവിയസ് കമാൻഡ് കിടപ്പുണ്ട് ഡയമെൻഷൻ്റെ. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് 30 ഫീറ്റ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിനകത്തുള്ള ഡയമെൻഷൻ നോക്കാം. ഓരോ മുറികളുടെയും നീളവും വീതിയും, ഓരോ ബാത്തിൻ്റെയും ബെഡ്റൂമിൻ്റെ എല്ലാം. ഇപ്പം എൻ്റർ അടിച്ചാൽ മതിയാവും. ഇവിടെ സെലക്ട് ചെയ്യുക. ഈ എൻഡ് പോയിന്റ് സെലക്ട് ചെയ്യുക. ഇത് 10:4 ഇനി ഇതും അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ വീതി നീളവും സെലക്ട് ചെയ്യാം. എൻ്റർ അടിച്ചാൽ മതിയാവും. ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ സെലക്ട് ചെയ്യുക. ഇത് 12:4. ഇനി നമുക്ക് ഈ സിറ്റ് ഔട്ടിൻ്റെ നീളം നോക്കാം. എൻ്റർ അടിക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക.
ഈ എൻ പോയിന്റ് സെലക്ട് ചെയ്യുക. 16:2 ആണ് 16:2. ഇനി ഈ വശത്ത് ഇതിൻ്റെ നീളവും വീതി നമുക്ക് സെലക്ട് ചെയ്യാം. എൻ്റർ അടിച്ചാൽ മതിയാവും. ഇതും കൂടി ഇങ്ങനെ ചെയ്യാം. 8:4 ആണ്. ഇതും 8:4 തന്നെയാണ്. എൻ്റർ അടിച്ചാൽ മതിയാവും. ഇവിടെ കാണാം നമുക്ക്. ഇതും 8:4 തന്നെയാണ്. ഇനി നമുക്ക് ഇപ്പം നമ്മൾ DLI അതായത് ലീനിയർ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. അല്ല, ഇവിടെയും കൂടി ഡയമെൻഷൻ നടത്താം നമുക്ക്. ഇതിൻ്റെ വീതി കൂടി സിറ്റൗട്ടിൻ്റെ അത് 4 അടിയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതെല്ലാം ഒരു അലൈൻ ചെയ്ത് ചെയ്യാം. ഇപ്പം ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ മതിയോ? അപ്പം അത് ഒന്നിച്ച് ഒരേ ലൈനിൽ അലൈൻ ചെയ്യാൻ പറ്റും. എസ്കേപ്പ് ചെയ്യുക, ഇങ്ങനെ അലൈൻ ചെയ്യാം. ഇനി ഇത് നമുക്ക് അലൈൻ ചെയ്യാം, ഇത് രണ്ടും. ഇനി ഇത് ഇങ്ങോട്ട് എന്നിട്ട് സ്ട്രെച്ച് ചെയ്താൽ മതിയാവും. ഈ കോർണർ പിടിച്ച് ഈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ ഇതും അലൈൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ അലൈൻ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് DAL നമുക്ക് അലൈൻ, അതായത് ഇവിടെ നമുക്ക് ഡി അലൈൻഡ് ആണ് നമ്മൾ എടുത്തത്. ഡി ആംഗുലർ ഉണ്ട്, ഡി ലീനിയർ ആണ് നമ്മൾ എടുത്തത്. ഡി അലൈൻഡ് നോക്കാം നമുക്ക്. അത് DAL ആണ് ഷോർട്ട് കട്ട്. DAL നമുക്ക് നോക്കാം. DAL ഇതിൻ്റെ ഇതാണ് 2 അടി 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഇതാണ് അലൈൻ ചെയ്ത് നമ്മൾ ഡയമെൻഷൻ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഈ സർക്കിളിൻ്റെ ഇതിൻ്റെ ഡയമീറ്ററും റേഡിയസും നമുക്ക് നോക്കാം. അതിന് റേഡിയസിൻ്റെ ഡയമെൻഷൻ ഷോർട്ട് കട്ട് DRA ആണ്. DRA എൻ്റർ. നമ്മൾ ഇത് നോക്കാം. ഇത് 4.5 ഇഞ്ച് റേഡിയസ് ആണ്. ഇവിടെ 4.5 ഇഞ്ചാണ്. ഇനി ഇത് നോക്കാം. ഇത് നമുക്ക് ഡയമീറ്റർ നോക്കാം. അതിന് DDI ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. DDI എൻ്റർ സെലക്ട് ചെയ്യാം. ഇത് 7 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ. 7 ഇഞ്ചാണ് ഡയമീറ്റർ. അപ്പോൾ അത് ഇനി അത് വേണമെങ്കിൽ നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് വേറെ ഇതിൽ വെക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ 7 ഇഞ്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ലീഡർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഡയമെൻഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാം. ഇനി ലീഡർ ഉപയോഗിക്കാം നമുക്ക്. ഈ ലീഡർ നന്നായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കാം. ഇവിടെ നോക്കാം. അത് 7 ഇഞ്ചാണ് അതിൻ്റെ ഡയമീറ്റർ എന്നറിയാം. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ലീഡറിൻ്റെ ഈ ആരോ ഇങ്ങനെ വരുന്നു, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ ടൈപ്പ് ചെയ്യാമെന്നാണ്. ടൈപ്പ് ചെയ്യുമ്പോൾ ശരിക്കും ഡയമീറ്ററിൻ്റെ ചിഹ്നം കിട്ടാൻ വേണ്ടി നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ പെർസെൻറ്റേജിൻ്റെ 2 പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് C ടൈപ്പ് ചെയ്യുക. അപ്പോൾ ശരിക്കും ഡയമീറ്ററിൻ്റെ ചിഹ്നം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ 7 എന്ന് എൻ്റർ ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് എഡിറ്റർ ക്ലോസ് ടെക്സ്റ്റ് എഡിറ്റർ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 7 ഇഞ്ച് ഡയമീറ്റർ ആണ് നമുക്ക് കിട്ടിയത്. അത് നമ്മൾ ഇതുകൊണ്ട് ഈ ലീഡർ കൊണ്ട് നമ്മൾ ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ നമുക്ക് ഡയമെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ഇത് ഇവിടെ ആംഗുലർ ഡയമെൻഷൻ എടുക്കുക. അതിന് ഡിം ആംഗിൾ ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. DIMANG എൻ്റർ. നമുക്ക് ഇത് സെലക്ട് ചെയ്യുക. ഇത് 90 ഡിഗ്രി ആംഗിളുള്ള ആർക്കാണ്. ഇനി എൻ്റർ ചെയ്താൽ ഇതും നമുക്ക് നോക്കാം. ഇതും 90 ഡിഗ്രിയാണ് ആംഗിളാണ്. ഇനി നമുക്ക് നോക്കാം. ഇവിടെ
എലിപ്സിൻ്റെ ഡയമെൻഷൻ ലീനിയർ ഡയമെൻഷനാണ് ശരിക്കും നടത്തുന്നത്. ഇപ്പോൾ എലിപ്സിൻ്റെ ഡയമെൻഷൻ നടത്താം, ലീനിയർ ഡയമെൻഷൻ നടത്തിയാൽ മതിയാവും. നോക്കാം. DLI ഉണ്ട്. ഈ ക്വാഡ്രൻറ്റും സെലക്ട് ചെയ്യുക. ഈ വശത്തുള്ള എലിപ്സിൻ്റെ നീളം 1 അടി 6 ഇഞ്ചാണത്. ഇനി എൻ്റർ ചെയ്യാം. ഈ ക്വാഡ്രൻറ്റും സെലക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചാൽ അത് 1 അടിയാണെന്ന് കിട്ടി. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഡയമെൻഷൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാ ഡയമെൻഷനുകളും ആയിക്കഴിഞ്ഞു. എല്ലാ ഡയമെൻഷനും ചെയ്ത് കഴിഞ്ഞു ഇനിയുള്ള. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.